1000 പുണ്യം നൽകുന്ന റംസാൻ ദിനങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു തുടങ്ങി. നാടും നഗരവുമെല്ലാം പെരുന്നാൾ ആഘോഷത്തിന്റെ ആഹ്ലാദകരമായ ഓർമ്മകളിൽ മുഴുകി തുടങ്ങി. ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ വിലക്കയറ്റത്തിന്റെ ഭീഷണി തന്നെയാണ്. വസ്തുതകൾ എന്തൊക്കെയായാലും പെരുന്നാൾ പൊടിപിടിക്കാൻ തന്നെയാണ് മുസ്ലിം സമൂഹം തയ്യാറെടുത്തിരിക്കുന്നത്. അത്തച്ചമയങ്ങളിൽ തുടങ്ങി പൂരാടവും ഉത്രാടവും തിരുവോണവുമെല്ലാം പടിയിറങ്ങിയതോടെ നാടും നഗരവും റംസാൻ മാസത്തിന്റെ വിശുദ്ധിയിലേക്ക് മുഴുകി തുടങ്ങി. 1000 പുണ്യം നൽകുന്ന വിശുദ്ധ റംസാൻ മാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ ശുദ്ധിയും അശുദ്ധിയുമെല്ലാം താരതമ്യം ചെയ്യുവാനുള്ള സമയമാണ്. ചെയ്തുപോയ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് കാരുണ്യവാനായ തമ്പുരാന്റെ തിരുനാമങ്ങൾ ജപിച്ച് മോക്ഷം നേടുവാനുള്ള വിലപ്പെട്ട സമയം. പെരുന്നാൾ ആഘോഷങ്ങളുടെ തിരക്കിലേക്ക് നാടും നഗരവും നീങ്ങിക്കഴിഞ്ഞു. തുണിക്കടകളിലും ചെരുപ്പ് ഫാൻസി ഷോപ്പുകളിലുമെല്ലാം തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും കമ്പനികൾ ഓഫറുകൾ പ്രഖ്യാപിച്ചതോടെ കച്ചവടം മുറുകി. നോമ്പു തുറക്കുവാനാവശ്യമായ പഴവർഗ്ഗങ്ങൾക്കെല്ലാം പൊള്ളുന്ന വിലയാണ്. തണ്ണിമത്തനും കക്കിരിയും മുസമ്പിയും ഒന്നും ആവശ്യത്തിന് ലഭിക്കുന്നില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. സാധനത്തിന് ഡിമാൻഡ് തന്നെ ടൈറ്റാണ്. ഓണം കഴിഞ്ഞ് ഓണം എല്ലാ സീസണായതുകൊണ്ട് കിട്ടാൻ പ്രയാസമാണ്. ഇപ്പൊ സാധനം വില കൂടുതലാണ്. വില കൂടുതൽ മാത്രമൊന്നുമല്ല, സാധനം വരുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് സാധനം നല്ല. മഴ മാറിയത് മാത്രമാണ് ഏക ആശ്വാസം. പച്ചക്കറികൾക്ക് താരതമ്യേന വിലക്കുറവാണ്. ഉള്ളിയും പച്ചമുളകും ചുരങ്ങയും പുതിനയും മല്ലിച്ചപ്പുമെല്ലാം ഇഷ്ടംപോലെ വിപണിയിലുണ്ട്. നോമ്പ് 13 പെരുന്നാളിന് കുറച്ചേ ഉള്ളൂ. അതിന്റെ സ്ഥലങ്ങളിൽ മഴ ഇല്ലാത്ത കാരണത്താൽ അനാഥയെ വിൽക്കുന്ന കടകളിൽ വിവിധയിനം ബിരിയാണി അരികൾ സുലഭമാണ്. പുണ്യം പെരുകുന്ന റംസാൻ മാസം പിന്നിട്ട് പെരുന്നാൾ ആഘോഷങ്ങളുടെ ആഹ്ലാദകരമായ ഓർമ്മകളിലേക്ക് മെല്ലെ നടക്കുകയാണ് മുസ്ലിം സമുദായം. സന്തോഷത്തിന്റെയും സഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും പെരുന്നാൾ ഏറെ അകലെയല്ലാതെ ചിന്തിച്ചു നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് സ്പൈർനെറ്റ് ന്യൂസ്.